ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം നമ്മൾ വിവേകചൂടാമണിയിൽ 45 ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത്. അവിടെ ജിജ്ഞാസു ഗുരുവെ പ്രാപിച്ചത് ഗുരുവെ സ്തുതിച്ച് ഈ സംസാര അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പ്രാർത്ഥിച്ചത് എല്ലാം നമ്മൾ വിസ്തരിച്ച് ചിന്തിച്ചു. ഒടുവിൽ അങ്ങനെ പ്രാർത്ഥിച്ച ശിഷ്യനോട്, ജിജ്ഞാസുവോട്, നീ ഭയപ്പെടേണ്ടതില്ല, ഈ സംസാര തരണത്തിനുള്ള ഉപായമുണ്ട്, നിനക്ക് അപായമില്ല എന്ന് പറഞ്ഞ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ശ്രദ്ധിച്ചത്. അവിടെ ഏറ്റവും ശ്രദ്ധേയമായത് യാതൊരു വഴിയിലൂടെ യതികൾ, യമം ചെയ്തവർ ഈ അജ്ഞാന സമുദ്രത്തിൻ്റെ മറുകരയ്ക്ക് കടന്നിട്ടുണ്ടോ, അതേ മാർഗം ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞതാണ്. ഇവിടെ ഗുരുനാഥൻ തൻ്റെ ദൃഢതയിൽ ഇരുന്നു കൊണ്ടാണ് ഉപദേശിക്കുന്നതെങ്കിലും അവിടമൊക്കെ പൂർവാചാര്യന്മാരുടെ സമ്മതിയെ എടുത്തു കാണിക്കുന്നു. അനാദികാലമായി നമ്മുടെ ഋഷീശ്വരന്മാർ സഞ്ചരിച്ച രാജപാതയാണിത്. ഇത് വ്യക്തിനിഷ്ഠമായി ഒരാൾ മാത്രം പറയുന്നതല്ല. നമ്മുടെ ശാസ്ത്രമാകട്ടെ, സാധനാ പദ്ധതിയാകട്ടെ, ഒരിക്കലും വ്യക്തി കേന്ദ്രിതമല്ല. വ്യക്തിക്ക് പല ഗുണദോഷങ്ങൾ വരാം, വ്യക്തിക്ക് വീഴ്ചകൾ വരാം, വ്യക്തിക്ക് മഹിമകളുണ്ടാവാം. സമ്മിശ്രമാണ് വ്യക്തിത്വം. അതുകൊണ്ട് നിനക്ക് ഞാൻ കാണിച്ചു തരുന്നു എന്നല്ല പറയുന്നത്. മറിച്ച് ഏനൈവ യാതാഹ യതയഃ, യാതൊരു വഴിയിലൂടെ സംയമം ചെയ്തവർ സഞ്ചരിച്ചിട്ടുണ്ടോ ആ വഴിയെ ഞാൻ നിനക്ക് നിർദ്ദേശിക്കാം എന്നാണ്. ഇത് വളരെ മഹത്വപൂർണമായൊരു വാക്യമാണ്. തൻ്റെ അറിവിൻ്റെ ദൃഢതയിൽ നിന്നാണ് ഉപദേശിക്കുന്നത്. എങ്കിൽ പോലും അതിന് ഈ അജ്ഞാന സമുദ്രത്തെ, സംസാര സമുദ്രത്തെ ഏത് വഴിയിലൂടെയാണോ സംയമം ചെയ്തവർ തരണം ചെയ്തത് ആ വഴിയെ ഞാൻ കാണിച്ചു തരാമെന്നാണ് പറയുന്നത്. ഇത് വലിയൊരു ആത്മവിശ്വാസത്തെ നൽകുന്നതാണ്. അത് ശ്രദ്ധിക്കുക. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചു. തുടർന്ന് അസ്ത്യുപായോ മഹാൻ കശ്ചിത് സംസാരഭയനാശനഃ
യേന തീർത്വാ ഭവാംബോധിം പരമാനന്ദമാപ്സ്യസി. അസ്ത്യുപായോ മഹാൻ കശ്ചിത് സംസാരഭയനാശനഃ യേന തീർത്വാ ഭവാംബോധിം പരമാനന്ദമാപ്സ്യസി. അപ്പം ആദ്യം തന്നെ ഇപ്രകാരം സംശയിച്ച ജിജ്ഞാസുവെ ശിഷ്യനെ സമാധാനിപ്പിക്കുകയാണ്. അസ്ത്യുപായഃ, അസ്ത്യുപായഃ, ഉപായമുണ്ട്. അപ്പോൾ വളരെ ലഘുവായ എന്തെങ്കിലും ഉപായമാണെങ്കിൽ, ചെറിയ എന്തെങ്കിലും ഉപായമാണെങ്കിൽ അതിനെ എല്ലാ കാലവും എല്ലാവർക്കും ആശ്രയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പറയുകയാണ് മഹാൻ ഉപായഃ അസ്തി, മഹാനായ ഉപായമുണ്ട്, വലിയ ഉപായമുണ്ട്. നിന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. എങ്ങനെയുള്ള ഉപായമാണ്? സംസാരഭയനാശനഃ, ഈ സംസാരഭയത്തെ നശിപ്പിക്കുന്നതായ ഉപായമുണ്ട്. ഉണ്ടാവാം എന്നല്ല, നമുക്ക് കണ്ടെത്താം എന്നല്ല, ഉണ്ട്. അപ്പോൾ ഉണ്ട് എന്നുള്ള പ്രയോഗം ശിഷ്യന് പ്രേരണയെ നൽകുന്നു, അന്വേഷകന് സമാധാനത്തെ നൽകുന്നു. അസ്ത്യുപായോ മഹാൻ കശ്ചിത്. എങ്ങനെ? സംസാരഭയനാശന, ഈ സംസാരഭയത്തെ നശിപ്പിക്കുന്നതായ, നാശനഃ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്നത്, നശിപ്പിക്കാൻ ശക്തിയുള്ളത്. ഇപ്പോൾ സംസാരഭയത്തെ, സംസാര ദുഃഖത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശക്തിയുള്ള ഉപായമുണ്ട്. എന്നിട്ട് പറയാണ് യേന, യാതൊന്നിനെ കൊണ്ട്, ഞാൻ പറയാൻ പോകുന്ന ഉപായത്തെ കൊണ്ട്, ഭവാംബോധിം തീർത്വ, ഈ ഭവസമുദ്രത്തെ തരണം ചെയ്തു. ഭവമാകുന്ന അംബോധി, അംബോധി സമുദ്രം, ഭവാംബോധി ഭവസമുദ്രം, സംസാരമാകുന്ന സമുദ്രത്തെ തീർത്വ, തരണം ചെയ്ത്, പരമാനന്ദമാപ്സ്യസി, പരമാനന്ദത്തെ നീ പ്രാപിക്കും. ഇവിടെ ആപ്സ്യസി എന്നുള്ള പ്രയോഗവും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ആപ്സ്യസി എന്ന് പറയുന്നത് നേർക്കൊരാളോട് സംസാരിക്കുമ്പോഴാണ്, ആപ്സ്യതി എന്നല്ല. ആപ്സ്യതി എന്ന് പറഞ്ഞാൽ പ്രാപിക്കും. ആരോ പ്രാപിക്കും. ഇതല്ല, നീ പ്രാപിക്കും എന്നാണ്. അപ്പം നീ പ്രാപിക്കും എന്നുള്ള പ്രയോഗം തീർത്തും സാന്ത്വനവും ആത്മവിശ്വാസവും പ്രേരണയും എല്ലാം നൽകുന്ന വാക്യമാണ്. അല്ലാണ്ട് ഇതൊക്കെ വലിയ വലിയ മഹാത്മാക്കൾ പ്രാപിച്ചിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം എന്നല്ല പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ശ്ലോകത്തിൽ. ഏനൈവ യാതാഹ യതയഃ, യതിമാർ യാതൊന്നിലൂടെ, യാതൊരു വഴിയിലൂടെ പ്രാപിച്ചിരിക്കുന്നുവോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ശ്ലോകത്തിൽ പറയുന്നത് അതിലൂടെ നീയും പ്രാപിക്കും എന്നാണ്. നിനക്കും പ്രാപിക്കാൻ സാധിക്കും. അത് തീർത്തും സാധകൻ്റെ തലത്തിലേക്ക് വന്ന് അവൻ ആത്മവിശ്വാസം നൽകുന്നതാണ്, സാധനാമാർഗത്തിൽ പ്രേരണ നൽകുന്നതാണ്. ഇതാണ് ഗുരു നേരത്തെ സംസാര കാട്ടുതീയിനാൽ പൊള്ളി വെന്ത് രക്ഷ പ്രാർത്ഥിച്ച ജിജ്ഞാസുവോട് പറയുന്ന വാക്യങ്ങൾ. ഇവിടെ അധികം വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല.
സാമാന്യം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മതി. നോക്കൂ, അസ്ത്യുപായോ മഹാൻ കശ്ചിത് സംസാരഭയനാശനഃ യേന തീർത്വാ ഭവാംബോധിം പരമാനന്ദമാപ്സ്യസി. പരമാനന്ദത്തെ പ്രാപിക്കുന്നു യാതൊന്നിനെ കൊണ്ട്. അതുകൊണ്ട് എന്താണത്? പൂർണ്ണമായി ഉപദേശിക്കപ്പെടുന്നത് മുഴുവൻ വിവേക ചൂടാമണി പൂർത്തിയാകുമ്പോഴാണ്. ഒരു ശ്ലോകം കൊണ്ടോ 2 ശ്ലോകങ്ങളെ കൊണ്ടോ അല്ല. എന്നാൽ അതിൻ്റെ സാരം ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് ആ മാർഗം? നോക്കൂ, വേദാന്താർത്ഥ വിചാരേണ ജായത്തെ ജ്ഞാനമുത്തമം തേനാത്യന്തിക സംസാര ദുഃഖനാശോ ഭവത്യനു. വേദാന്താർത്ഥ വിചാരേണ ജായത്തെ ജ്ഞാനമുത്തമം തേനാത്യന്തിക സംസാര ദുഃഖനാശോ ഭവത്യനു. വേദാന്താർത്ഥ വിചാരേണ ഉത്തമം ജ്ഞാനം ജായതേ. വേദാന്താർത്ഥ വിചാരം കൊണ്ട് ഉത്തമമായ ജ്ഞാനം ജനിക്കുന്നു. അവിടെ ജ്ഞാനത്തെ ഉത്തമം എന്ന് പറഞ്ഞത് ഈ സംസാര തരണത്തിന് കാരണമാകുന്ന അഥവാ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്ന എന്ന അർത്ഥത്തിലാണ് ഉത്തമം. ഉത്തമം ജ്ഞാനം, ഉത്തമമായ അറിവ് ജായതേ ജനിക്കുന്നു. എങ്ങനെ ജനിക്കുന്നു? വേദാന്താർത്ഥ വിചാരേണ, വേദാന്താർത്ഥ വിചാരം കൊണ്ട്, വേദാന്തത്തിൻ്റെ അർത്ഥവിചാരം കൊണ്ട്, അഥവാ വേദാന്തങ്ങളുടെ അർത്ഥവിചാരം കൊണ്ട്. എന്താണ് ഈ രണ്ടിൻ്റെയും വ്യത്യാസം? വേദാന്തം എന്ന് പറയുമ്പോൾ പരമമായ അറിവാണ്. ആ അറിവ് പലതില്ല. അത് ഏകവചനത്തിൽ പറയാം, ബഹുവചനത്തിൽ പറയാൻ പറ്റില്ല. പരമമായ അറിവുകൾ എന്ന് പറയാൻ പറ്റില്ല. പരമമായ അറിവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ വേദാന്താർത്ഥം, വേദാന്തത്തിൻ്റെ അർത്ഥവിചാരമാണ്. എന്നാൽ ഈ ഒരു വേദാന്തത്തെ പ്രതിപാദിച്ച ഉപദേശങ്ങളെ, ആ ഉപദേശങ്ങൾ ആലേഖനം ചെയ്ത ഗ്രന്ഥങ്ങളെ ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ ബഹുവചനാവാം. അപ്പോൾ വേദാന്തങ്ങളുടെ അർത്ഥവിചാരത്തെ എന്ന് പറയാം. രണ്ടും ശരിയാണ്. അപ്പോൾ വേദാന്താർത്ഥ വിചാരം കൊണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അർത്ഥവിചാരം സാധിക്കണമെങ്കിൽ ആദ്യം അർത്ഥം പിടികിട്ടണം. അർത്ഥവിചാരം സാധിക്കണമെങ്കിൽ അർത്ഥം മനസ്സിലാക്കണം. അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അതിൻ്റെ വാച്യാർത്ഥം, പിന്നെ ലക്ഷ്യാർത്ഥം, ഇത് രണ്ടും അറിയണം. വാച്യാർത്ഥം ഒരു വാക്യത്തിൻ്റെ നേരെയുള്ള അർത്ഥമാണ്. വാക്യങ്ങളാൽ ലക്ഷീകരിക്കപ്പെടുന്നതാണ് ലക്ഷ്യാർത്ഥം. വേദാന്ത വാക്യങ്ങൾക്കൊക്കെ തന്നെ ലക്ഷ്യാർത്ഥമാണ് പ്രധാനം, വാച്യാർത്ഥമല്ല. ലക്ഷ്യാർത്ഥമാണ് പ്രധാനം, വാച്യാർത്ഥമല്ല. എന്തുകൊണ്ട്? വേദാന്തം ഉപദേശിക്കുന്ന പരമമായ സത്യം വാക്കിന് വിഷയമല്ല. എന്നാൽ വാക്കിലൂടെ അല്ലാതെ ഉപദേശിക്കാൻ ആർക്കും സാധിക്കില്ല. അപ്പോൾ ആചാര്യൻ ശിഷ്യനുള്ളിൽ ഒരു വൃത്തിയെ, ഒരു പ്രത്യയത്തെ ജനിപ്പിക്കാൻ ഉതകുന്ന പല പല വാക്കുകളെ ഉപയോഗിക്കും. ആ വാക്കുകൾ പലപ്പോഴും ചേർത്ത് വെച്ചാൽ അർത്ഥശൂന്യമായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ,
അത് ചലിക്കുന്നു, അത് ചലിക്കുന്നില്ല, അത് അടുത്താണ്, അത് ദൂരെയാണ്. തദ്ദേജതി തന്നൈജതി തദ്ദൂരേ തദ്വന്തികേ തദന്തരസ്യ സർവസ്യ തദ് സർവസ്യ ബാഹ്യതഃ. ഈശാവാസ്യോപനിഷത്ത്. അത് ഇളകുന്നു, അത് ഇളകുന്നില്ല, അത് ദൂരെയാണ്, അത് അടുത്താണ്, അതെല്ലാത്തിൻ്റെയും അകത്താണ്, അതെല്ലാത്തിൻ്റെയും പുറത്താണ്. ഇവിടെയൊക്കെ പ്രത്യക്ഷത്തിൽ വിരുദ്ധങ്ങളായ പദങ്ങളെയാണ് ആചാര്യൻ പറയുന്നത്. വാക്കിന് വിഷയമല്ലാത്തതിനെ പറയുന്നിടത്തൊക്കെ ഈ വാക്കിൻ്റെ പരിമിതി ഉണ്ടാവും. അപ്പം അവിടെ അത്തരം ഉപദേശങ്ങൾ നൽകുന്ന അർത്ഥത്തെ നമ്മൾ ലക്ഷ്യാർത്ഥം മനസ്സിലാക്കണം, വാച്യാർത്ഥം അല്ല. വാച്യാർത്ഥം പ്രവർത്തിക്കില്ല, ലക്ഷ്യാർത്ഥമാണ്. പക്ഷെ ലക്ഷ്യാർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം വാച്യാർത്ഥം അറിയണം. അപ്പോൾ ഗുരുവിൽ നിന്ന്, ശാസ്ത്രത്തിൽ നിന്ന് വാച്യാർത്ഥവും ലക്ഷ്യാർത്ഥവും ഒക്കെ മനസ്സിലാക്കി ശ്രവണ മനന നിധിധ്യാസങ്ങളിലൂടെ എപ്പോഴാണോ അർത്ഥബോധം നേടുന്നത് അപ്പം നമുക്ക് സൂക്ഷ്മ വിചാരത്തിന് അധികാരമായി. ഇനി സൂക്ഷ്മ വിചാരത്തിലൂടെ ഈ ഉത്തമമായ ജ്ഞാനമുണ്ടാകും. അവിടെ സൂക്ഷ്മ വിചാരം എന്ന് പറയുമ്പോൾ പലവിധ വിവേക മാർഗങ്ങളെ സ്വീകരിക്കേണ്ടതായിട്ട് വരും. അവസ്ഥാത്രയ വിവേകമാകട്ടെ, അല്ലെങ്കിൽ ശരീരത്രയ വിവേകമാകട്ടെ, അല്ലെങ്കിൽ പഞ്ചകോശ വിവേകമാകട്ടെ, അനേക വിവേകമാർഗങ്ങൾ. അപ്പോൾ വിവിധ വിവേകമാർഗങ്ങളെ സ്വീകരിച്ചുകൊണ്ട് വിചാരം ചെയ്ത് സൂക്ഷ്മ അർത്ഥബോധം നേടണം. ഈ വിചാരത്തിലൂടെ തേന ആത്യന്തിക സംസാര ദുഃഖനാശ, ഈ വിചാരത്തിലൂടെ ഉണ്ടാവുന്ന ഉത്തമമായ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ, തേന എന്ന് പറഞ്ഞാൽ അതിനെക്കൊണ്ട്, ഏതിനെക്കൊണ്ട്? ഇപ്പം ഉത്തമം ജ്ഞാനം ജായതേന്നാണ് പറഞ്ഞത്, ഉത്തമമായ ജ്ഞാനം ജനിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഈ ഉത്തമമായ ജ്ഞാനം കൊണ്ട്, ജനിച്ച ഉത്തമമായ ജ്ഞാനം കൊണ്ട് സംസാര ദുഃഖനാശ ഭവതി. അവിടെ ഒരു അനു എന്ന ശബ്ദമുണ്ട്. ഭവത്യനു, അനു മുമ്പിലേക്ക് എടുക്കണം. അപ്പം അനുഭവതി എന്നാവും. ആത്യന്തികമായ സംസാര ദുഃഖനാശം അനുഭവിക്കുന്നു. എന്തിനാണ് അവിടെ അനു ചേർത്തിട്ടുള്ളത്? ഒന്നാമത്തെ വിഷയം, ഇത് സ്വാനുഭവ വിഷയമാണ്. സ്വാനുഭവ വിഷയമാണ്. രണ്ടാമത്, അനു ഉപസർഗം ചേർക്കുന്നത് കൊണ്ട് അവിടെ വിശേഷമായ പ്രയോജനം, അനാദികാലമായി ഗുരു ശാസ്ത്രോപദേശം നമുക്ക് തന്നതിനെ പിന്തുടർന്നാണ് ഈ അനുഭവം. ഇത് തോന്നിയോണം മനോബുദ്ധികളിൽ കൽപ്പിച്ചുണ്ടാക്കിയിട്ടുള്ളതല്ല. മറിച്ച് അനാദികാലമായി ഗുരുനാഥന്മാർ ഉപദേശിച്ചിട്ടുള്ളതും അതിനെ ശ്രവണമനന നിധ്യാസങ്ങളിലൂടെ താൻ പിൻപറ്റിയതുമാണ്. ഈ ഭാവങ്ങളെ കാണിക്കാനാണ് അവിടെ അനു എന്ന്. ശ്രദ്ധിക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ
വേദാന്താർത്ഥ വിചാരം കൊണ്ട് ഉത്തമമായ ജ്ഞാനം ലഭിക്കും. ആ ജ്ഞാനത്താൽ ആത്യന്തിക സംസാര ദുഃഖനാശം ഭവിക്കും. ആത്യന്തിക സംസാര ദുഃഖനാശം എന്ന് പറഞ്ഞാൽ സംസാരത്തിൻ്റെ താൽക്കാലികമായ ദുഃഖനാശം അല്ലാതെ തന്നെ ഭവിച്ചെന്ന് വരും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നശിച്ചു എന്ന് നമ്മൾ വിചാരിക്കുന്ന ദുഃഖം വീണ്ടും വരും. ആത്യന്തികമായ ദുഃഖനിവൃത്തി എന്നുള്ളത് ദുഃഖ കാരണം പോയാലേ ഉള്ളൂ. കാരണം പോവാത്ത കാലത്തോളം കാര്യം മാറി നിന്നുകൊണ്ട് പ്രയോജനമില്ല. ദുഃഖമാകുന്ന കാര്യം തൽക്കാലത്തേക്ക് മാറി നിന്നു വെച്ചാൽ പിന്നെ വീണ്ടും വന്നുകൂടാന്നില്ല. ആത്യന്തികമായ ദുഃഖനാശം എന്നുള്ളത് ദുഃഖ കാരണനാശത്തിലേ ഉള്ളൂ. ശ്രദ്ധിക്കുക. അപ്പോൾ വേദാന്താർത്ഥ വിചാരം കൊണ്ട് ഉത്തമമായ ജ്ഞാനം ജനിക്കും. അതിനെ കൊണ്ട് ആത്യന്തിക സംസാര ദുഃഖനാശം ഉണ്ടാവും. ഇതാണ് ഇവിടെ ഉപദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ തീർച്ചയായിട്ടും സംസാരതരണത്തിനുള്ള ഉപായമുണ്ട്, നീ പരിഭ്രമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ സംസാര സമുദ്രത്തെ ഈ ജ്ഞാനം കൊണ്ട് തരണം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ഈ ജ്ഞാനമാകട്ടെ വേദാന്താർത്ഥ വിചാരം കൊണ്ടാണ് നേടുന്നത്. അവിടെ ഒരു സംശയം വരാം, ഈ വേദാന്ത വിചാരമല്ലാതെ മറ്റൊരു വഴിയുമില്ലേ? മറുപടി, ഓരോ വ്യക്തിയുടെയും തലത്തിനനുസരിച്ച്, ഓരോ വ്യക്തിയുടെയും ഗുണഭേദത്തിനനുസരിച്ച് വ്യത്യസ്തങ്ങളായ മാർഗങ്ങൾ ഉപദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു മാർഗത്തിൻ്റെ അപേക്ഷയിലല്ല മറ്റൊരു മാർഗം. ഒന്നിലോതും കരു അപരൻ്റെ കണക്കിനൂനമാകും എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു വഴിയിലൂടെ ചിന്തിച്ച് വിലയിരുത്തുമ്പോൾ അത് മറ്റൊരാളുടെ കണക്കിൽ നിസ്സാരമായിരിക്കും. ഇപ്പോൾ വിഭിന്നങ്ങളായ വഴികൾ, ഈ വിഭിന്നങ്ങളായ വഴികൾ നമ്മളെ നയിക്കുന്നത് ഈ ഒരു ഏകത്വബോധത്തിലേക്ക്. അപ്പോൾ ഈ വേദാന്ത വിചാരം മാത്രമേ വഴിയുള്ളൂ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഒന്ന് പറയാം, ഓരോ വ്യക്തിയുടെയും ഗുണഭേദമനുസരിച്ച് വിഭിന്നങ്ങളായ മാർഗങ്ങൾ ഉപദേശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതെല്ലാം തത്വജ്ഞാനത്തിലേക്ക് എത്തിക്കൊള്ളണം. അത് ഭക്തിയുടെ മാർഗത്തിലൂടെ ആയാലും കൊള്ളാം, നിഷ്കാമ കർമ്മയോഗത്തിലൂടെ ആയാലും കൊള്ളാം, ശാസ്ത്ര സ്വാധ്യായത്തിലൂടെ ആയാലും കൊള്ളാം, യമനിയമാസനാദി മാർഗങ്ങളിലൂടെ ആയാലും കൊള്ളാം. ഏത് വഴിയിലൂടെ ആയാലും ഈ ആത്യന്തികമായ തത്വബോധം മാത്രമാണ് മോക്ഷകരമാകുന്നത്. എന്തുകൊണ്ട്? അജ്ഞാനമാണ് ബന്ധകാരണം എന്നതുകൊണ്ട്. ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഉത്തമജ്ഞാനത്താൽ ആത്യന്തിക ദുഃഖനിവൃത്തി ഉണ്ടാവും, ആത്യന്തിക സംസാര നിവൃത്തി ഉണ്ടാവും എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. ഈ ഉറച്ച വാക്ക് കേൾക്കുമ്പോൾ അത് പ്രേരണയാണ്, അത് പ്രചോദനമാണ്. ശ്രദ്ധിക്കുക. അല്ലാണ്ട് ഉണ്ടാവുമായിരിക്കാം, എന്നാൽ വഴിയിൽ കൂടെ പോയാൽ ഉണ്ടാവാം എന്നുള്ളതല്ല, ഉണ്ടാക്കും, സംശയമില്ല. ഇതാണ് 47-ാമത്തെ ശ്ലോകം. തുടർന്ന് രണ്ട് ശ്ലോകം കൂടി ഈ ഒരു പ്രകരണത്തിൽ വരുന്നുണ്ട്. പിന്നെ ശിഷ്യൻ വിശദമായി ചോദിക്കുന്ന ഭാഗമാണ്. നോക്കൂ,
ശ്രദ്ധാഭക്തിധ്യാനയോഗാൻ മുമുക്ഷോ മുക്തേർഹേതൂൻ ഭക്തിസാക്ഷാത് ശ്രുതേർഘീ യോ വാ ഏതേഷ്വേവ തിഷ്ഠത്യമുഷ്യ മോക്ഷോ വിദ്യാ കൽപ്പിതാത് ദേഹബന്ധാത്. ശ്രദ്ധാഭക്തിധ്യാനയോഗാൻ മുമുക്ഷോ മുക്തേർഹേതൂൻ ഭക്തിസാക്ഷാത് ശ്രുതേർഘീ യോ വാ ഏതേഷ്വേവ തിഷ്ഠത്യമുഷ്യ മോക്ഷോ വിദ്യാ കൽപ്പിതാത് ദേഹബന്ധാത്. ശ്രദ്ധാഭക്തിധ്യാനയോഗാത്. ശ്രദ്ധാഭക്തിധ്യാനയോഗാത്. ശ്രദ്ധാഭക്തിധ്യാനയോഗം കൊണ്ട് മുമുക്ഷോഹോ മുമുക്ഷുവിന് മുക്തി ഉണ്ടാവും എന്നുള്ളത്, അഥവാ മുക്തേഹേ ഹേതൂൻ, മുക്തിയുടെ ഹേതുക്കളെ, കാരണങ്ങളെ സാക്ഷാത് ശ്രുതേഹേ ഗീഹി വക്തി, സാക്ഷാത് ശ്രുതിയുടെ വാക്കുകൾ പറയുന്നു, ശ്രുതിവാക്യം പറയുന്നു. യോവാ ഏതേഷ്വേവ തിഷ്ഠതി, യാതൊരുവൻ ഇവയിൽ വർത്തിക്കുന്നുവോ, യോവാ യാതൊരുവൻ ഏതേഷു ഇവയിൽ വർത്തത്തെ തിഷ്ഠതി നിലകൊള്ളുന്നുവോ, അമുഷ്യ അവന് മോക്ഷമുണ്ട്. എവിടുന്ന്? അവിദ്യാകൽപിതാത് ദേഹബന്ധാത്, അവിദ്യാകൽപിതമായ ദേഹബന്ധത്തിൽ നിന്ന് മോക്ഷമുണ്ട്. ഇതാണ് പറയുന്നത്. നോക്കൂ, സാക്ഷാത് ശ്രുതേഹേ ഗീഹി, ഗീഹി എന്ന് പറഞ്ഞ വാക്ക്, ഗീര് ആണ് ഗീഹി എന്നാവുന്നത്. ഗീഹി എന്ത് ഗീഹി? എന്ത് വാക്ക്? സാക്ഷാത് ശ്രുതേഹേ ഗീഹി, സാക്ഷാത് ശ്രുതിയുടെ വാക്ക്. ശ്രുതി വേദം, വേദത്തിൻ്റെ വാക്ക്. വേദത്തിൻ്റെ വാക്കെന്ന് പറഞ്ഞാൽ പരമപ്രമാണമാണ്. പരമപ്രമാണമായ വേദത്തിൻ്റെ വാക്ക് എന്താ പറയുന്നേ? ശ്രദ്ധാഭക്തിധ്യാനയോഗാത്, ശ്രദ്ധാഭക്തിധ്യാനയോഗം കൊണ്ട്, ശ്രദ്ധാഭക്തിധ്യാനയോഗം കൊണ്ട്, ശ്രദ്ധ ഗുരു ശാസ്ത്ര വാക്യങ്ങളിലുള്ള സത്യത്വ ബുദ്ധിയാണ് ശ്രദ്ധ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാവധാരണം നമ്മൾ പഠിച്ചതാണ് ഇവിടെ തന്നെ. ശാസ്ത്രത്തിൻ്റെയും ഗുരുവാക്യത്തിൻ്റെയും സത്യബുദ്ധിയോടുകൂടിയ അവധാരണം, ഉറച്ചു മനസ്സിലാക്കൽ, അതിന് പറയുന്ന പേരാണ് ശ്രദ്ധ. ഭക്തി, ഭക്തി ഇവിടെ വിവേകചൂടാമണിയിൽ തന്നെ നമ്മൾ സ്വസ്വരൂപാനുസന്ധാനം ഭക്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വന്തം സ്വരൂപത്തെ അനുസന്ധാനം ചെയ്യുന്നത് ആര്? ഞാൻ ആര് എന്നതിനെ അനുസന്ധാനം ചെയ്യുന്നതാണ് ഭക്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ
സാമാന്യ സാധനാമാർഗത്തിൽ പോകുന്ന ഒരു വ്യക്തിയോട് സ്വന്തം സ്വരൂപത്തെ അനുസന്ധാനം ചെയ്യുന്നതാണ് ഭക്തി എന്ന് അത്രക്കങ്ങോട്ട് പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറ്റില്ല, അവിടെ ഒന്നും ഞാൻ എത്തിയിട്ടില്ല എന്നൊക്കെ പറയും. അപ്പം അവിടെ കുറച്ചും കൂടി ഒന്ന് ഇറങ്ങി വന്ന് ഈശ്വര പ്രേമമാണ് ഭക്തി എന്ന് പറയേണ്ടി വരും. ഈശ്വരനിലുള്ള പ്രേമമാണ് ഭക്തി. സാത്വസ്മിൻ പരമപ്രേമരൂപ എന്നൊക്കെ. എന്താണ് ഭക്തിയുടെ ഭാവം എന്ന് ചോദിച്ചാൽ, ഭക്തിയുടെ ഭാവം സേവനമാണ്. സ്വാഭാവികമായി ഉള്ളിൽ നിന്ന് വരുന്ന സേവനം, സമ്പൂർണ്ണ സമർപ്പണം. അപ്പോൾ ശ്രദ്ധ, ഭക്തി, ധ്യാനയോഗാത്, ധ്യാനയോഗം കൊണ്ട്. ധ്യാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്ധഃകരണത്തിലെ സകല പ്രത്യയങ്ങളുടെയും ഒരാശ്രയത്തിലുള്ള ഉറച്ചു നിൽപ്പാണ്. അങ്ങുമിങ്ങും ഛിന്ന ഭിന്നമായി പോകാതെ ഏകമായ ധ്യേയത്തിൽ ഉറച്ചു നിൽക്കുന്ന അന്ധഃകരണത്തിൻ്റെ അവസ്ഥാവിശേഷമാണ് ധ്യാനം. ഇപ്പം നമ്മളെ ഉള്ളിൽ എന്തെല്ലാം വൃത്തികൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമുക്കാർക്കും പറയാൻ വയ്യ, അത്രയ്ക്കധികം. ഇവിടെ ഇരിക്കുന്നുണ്ട്, പല സ്ഥലത്ത് പോകുന്നുണ്ട്, പല 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 വൃത്തിരൂപങ്ങളിൽ അന്ധഃകരണം കറങ്ങിക്കൊണ്ടിരിക്കുക, പല പല വൃത്തിരൂപങ്ങളിൽ. അതെല്ലാം അടങ്ങി ഒരു ധ്യേയത്തിൽ ഉറച്ചു. അതാണ് പ്രത്യയൈകതാനത എന്ന് പതഞ്ജലി മഹർഷി പറയുന്നത്. നമ്മുടെ പ്രത്യയങ്ങളുടെ മുഴുവൻ ഏകതാനത, ഒരൊറ്റ ആശ്രയത്തിലുള്ള ഉറച്ചു നിൽപ്പ്. ഈ ധ്യാനം യോഗമാകുന്നു. യോഗം എന്ന് പറഞ്ഞാൽ അന്വേഷ്യവും അന്വേഷകനും ഒന്നായി തീരുന്നതാണ്. ഉപാസ്യവും ഉപാസകനും ഒന്നായി തീരുന്നതാണ്. നമ്മൾ സാമാന്യ ലോകത്തിൽ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ശബ്ദങ്ങളിൽ ഒന്നാണ് യോഗശബ്ദം. പ്രചരിതമാണ്, പ്രചരിതമായതിനനുസരിച്ച് തന്നെ തെറ്റിദ്ധാരണകളുമുണ്ട്. പലപ്പോഴും എന്തോ ആസനം മാത്രമാണ് യോഗം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ചിന്തിക്കുക. അപ്പോൾ പരമമായ ആത്മബ്രഹ്മൈക്യമാകുന്ന ലക്ഷ്യത്തിലേക്കുള്ള ഉയർച്ചയാണ് യോഗം. അപ്പം ശ്രദ്ധ, ഭക്തി, ധ്യാനയോഗം കൊണ്ട് മുമുക്ഷുവിന് മുക്തിക്ക് ഹേതുക്കളുണ്ട് എന്ന് പറഞ്ഞാൽ, ശ്രദ്ധാഭക്തി ധ്യാനയോഗങ്ങൾ മുമുക്ഷുവിന് മോക്ഷത്തിന് കാരണമാണ് എന്ന് സാക്ഷാത് ശ്രുതി പറയുന്നു, വേദം പറയുന്നു. ശ്രദ്ധാഭക്തി ധ്യാനയോഗാദവൈഹി, ശ്രദ്ധാഭക്തി ധ്യാനയോഗങ്ങളെ കൊണ്ട് നീ അറിഞ്ഞോളൂ എന്ന് ശ്രുതിയുണ്ട്. ശ്രദ്ധയാ സത്യമാപ്പിയതേ, ശ്രദ്ധ കൊണ്ട് സത്യത്തെ നേടുന്നു. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം, ശ്രദ്ധയുള്ളവൻ ജ്ഞാനത്തെ നേടുന്നു. ശ്രദ്ധാവതാമേവ സതാം പുമർത്ഥ സമീരിത സിദ്ധ്യദിനേതരേഷാം, ശ്രദ്ധയുള്ളവർക്കാണ് ഈ ശാസ്ത്രപ്രതിപാദിതമായ പുരുഷാർത്ഥം നേടാൻ കഴിയുന്നത് എന്നൊക്കെ ശ്രദ്ധയുടെ പ്രാധാന്യം ആവർത്തിച്ച് ശ്രുതി പറയും. എങ്കിൽ പറയട്ടെ,
ഭക്ത്യാ മാമഭിജാനാതി യാവൻ യശ്ചാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശത്തെ തദനന്തരം. ഭക്തി കൊണ്ട് എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു. യാവാൻ എത്ര കണ്ടുണ്ട് ഞാൻ, യശ്ചാസ്മി ആരാകുന്നു ഞാൻ, ഇതെല്ലാം മനസ്സിലാക്കാൻ ഭക്തി കൊണ്ട് കഴിയുന്നു എന്ന് പറഞ്ഞു. ശ്രദ്ധ കൊണ്ട്, ഭക്തി കൊണ്ട്, ധ്യാനയോഗം കൊണ്ട്. നേരത്തെ പറഞ്ഞു ധ്യാനം എന്താണെന്നുള്ളത്. സകല ചിത്തവൃത്തികളുടെയും ഒരൊറ്റ ആശ്രയത്തിലുള്ള ഉറച്ചു നിൽപ്പാണ് ധ്യാനം. ഈ ധ്യാനം തന്നെ യോഗമായി തീരുകയാണ്. ധ്യാനയോഗം. ഈ ശ്രദ്ധാഭക്തി ധ്യാനയോഗങ്ങളെ കൊണ്ടാണ് മുക്തി സംഭവിക്കുന്നതെന്ന് ഇവയെ മുക്തിഹേതുവായിട്ട് ശാസ്ത്രം പറയുന്നു. ആര് പറയുന്നു? സാക്ഷാത് ശ്രുതേഹി, സാക്ഷാത് ശ്രുതിയുടെ വാക്കുകളായി പറയുന്നത്. പല സന്ദർഭങ്ങളിലായിട്ട് വേറെ ഏതെങ്കിലും വ്യക്തി പറയുന്ന വ്യക്തിഗതമായ ശാസ്ത്രത്തിലാണെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. എന്നാൽ ശ്രുതി പറയുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ശ്രദ്ധിക്കുക. യോവ ഏതേഷ്വേവ തിഷ്ഠതി, യാതൊരുവൻ ഇവയിൽ വർത്തിക്കുന്നുവോ. എന്താ ഇവയിൽ വർത്തിക്കുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധാഭക്തി ധ്യാന യോഗങ്ങളിൽ ആരാണോ ജീവിക്കുന്നത്, ആരാണോ നിവസിക്കുന്നത്. യോവ ഏതേഷേവ തിഷ്ഠതി, ഇവയിൽ ഇരിക്കുന്നവൻ നിലകൊള്ളുന്നവൻ ആരാണോ അമുഷ്യ അവന്, അമുഷ്യ അവന്. മോക്ഷം പ്രാപ്തമാകും. എവിടുന്ന്? അവിദ്യാകൽപിത ദേഹബന്ധാ, അജ്ഞാനകൽപിതമായ ദേഹബന്ധത്തിൽ നിന്ന്. അജ്ഞാനകൽപിതമായ ദേഹബന്ധത്തിൽ നിന്ന്, ദേഹത്താൽ കെട്ടപ്പെട്ടവരായിട്ടാണ് നമ്മൾ ഉണരുന്നത്. ഏത് കൊച്ചുകുട്ടിക്കും എൻ്റെ ദേഹമെന്നറിയാമെങ്കിലും ഞാൻ ദേഹമെന്ന് നമുക്ക് വന്നു പോവുകയാണ്. ഏറെ വിചാരോ വിവേകമൊന്നും ആവശ്യമില്ല, എൻ്റെ ദേഹം എന്നാണ് പറയണത് നമ്മളെല്ലാവരും. പക്ഷേ ഇത് തന്നെ ഞാൻ എന്നുള്ളതായ ചിന്ത നമ്മളിൽ വരുന്നു, ഭ്രാന്തി നമ്മളിൽ വരുന്നു. അതാണ് അവിദ്യാകൽപിതമായ ദേഹബന്ധം എന്ന് പറഞ്ഞത്. ഈ അവിദ്യാകൽപിതമായ ദേഹബന്ധത്തിൽ നിന്ന് നമ്മൾ രക്ഷ പ്രാപിക്കുന്നു. എങ്ങനെ? വിദ്യ കൊണ്ട്. അവിദ്യയിൽ നിന്ന് രക്ഷിക്കാൻ വിദ്യയ്ക്ക് മാത്രമേ കഴിയൂ, വേറൊരു വഴിയില്ല. അപ്പം അതുകൊണ്ട് വേദാന്താർത്ഥ വിചാരത്താൽ ജ്ഞാനം, ഉത്തമമായ ജ്ഞാനം ജനിക്കുന്നു. അതിനെക്കൊണ്ട് ആത്യന്തിക സംസാര ദുഃഖനാശം വരുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ശ്രദ്ധാഭക്തി ധ്യാന യോഗങ്ങളെ കൊണ്ട് മുമുക്ഷുവിന് മുക്തി സംഭവിക്കുമെന്ന് വ്യക്തമായി ശ്രുതിയുടെ വാക്കുകൾ പറയുന്നു. ഇവയിൽ നിലകൊള്ളുന്നവൻ, ഇവയിൽ നിലകൊള്ളുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധാഭക്തി ധ്യാന യോഗങ്ങളിൽ നിലകൊള്ളുന്നവൻ എന്താണ്? അവന് അവിദ്യാകൽപിത ദേഹബന്ധാത്, അവിദ്യയാൽ കൽപ്പിക്കപ്പെടുന്ന ദേഹബന്ധത്തിൽ നിന്ന് മോചനമുണ്ട്. ഇതിൽ പരെന്താ വേണ്ടേ? ഇപ്പം സാധകന് പൂർണ്ണമായ പ്രേരണയായി, പ്രചോദനമായി. ശ്രദ്ധിക്കുക. അജ്ഞാനയോഗാത് പരമാത്മനസ്തതഃ, അജ്ഞാനയോഗാത് പരമാത്മനസ്തവ
ഹ്യനാത്മബന്ധസ്തത ഏവ സംസൃതി തയോർവിവേകോദിതബോധവഹ്നിഃ അജ്ഞാനകാര്യം പ്രദഹേത് സമൂലം. അജ്ഞാനയോഗാത് പരമാത്മനസ്തവ ഹ്യനാത്മബന്ധസ്തത ഏവ സംസൃതിഃ തയോർവിവേകോദിതബോധവഹ്നിഃ അജ്ഞാനകാര്യം പ്രദഹേത് സമൂലം. അജ്ഞാനയോഗാത് പരമാത്മനഃ തവ അനാത്മബന്ധഃ തതഃ ഏവ സംസൃതിഃ തയോഃ വിവേകോദിതബോധവഹ്നിഃ അജ്ഞാനകാര്യം പ്രദഹേത്. കഥം? എങ്ങനെ? സമൂലം. നോക്കൂ, ഇവിടെ വളരെ ശ്രദ്ധേയമായൊരു പദപ്രയോഗമാണ്. അജ്ഞാനയോഗാത് പരമാത്മനഃ തവ എന്ന പ്രയോഗം. ഇത്രയും കാലം സാധകൻ, അത് ശിഷ്യഭാവത്തിനെ പ്രാപിക്കുന്നതിന് മുമ്പാകട്ടെ ശേഷമാകട്ടെ, തന്നെ പരിമിതനായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാനൊരാണാണ്, ഞാനൊരു പെണ്ണാണ്, അല്ലെങ്കിൽ ഞാൻ നപുംസകമാണ്, ഞാൻ ഉഭയലിംഗിയാണ്. ഇങ്ങനെ അതുപോലെ തന്നിൽ ഒട്ടനവധി പരിമിതികളെ നമ്മൾ തന്നെ കൽപ്പിക്കുന്നു. എന്തെല്ലാം? ലിംഗ, ദേശ, ഭാഷ, മത, അങ്ങനെ അങ്ങ് പോവും. അങ്ങനെ നമ്മെ പരിമിതികൾ കൽപ്പിച്ച് പരമമായ സത്യത്തിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുന്ന ആളോടാണ് പറയുന്നത് പരമാത്മനസ്തവ. നീയാകുന്ന പരമാത്മാവിന്, നീയാകുന്ന ജീവാത്മാവിനെന്നല്ല. നീയാകുന്ന ജീവാത്മാവിനെന്ന് ഗുരുനാഥൻ പ്രത്യേകിച്ച് ഉപദേശിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ജീവഭാവത്തിൽ യാതൊന്നിനെ ആത്മാവിനെ കാണുന്നുവോ അത് തന്നെയാണ് പരമാത്മാവ് എന്നുള്ള ബോധം എല്ലാ പരിമിതികൾക്കും പരിമിത സങ്കല്പങ്ങൾക്കുപരി നമ്മളെ എത്തിക്കും. അതാണ് മോക്ഷം. മോക്ഷം ഏതോ ലോകത്തിൽ പോകുന്നതോ അല്ലെങ്കിൽ മരണാനന്തരം സംഭവിക്കുന്നതൊന്നുമല്ല. മറിച്ച് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ അനുഭവിക്കാൻ കഴിയുന്നതാണ്. ദേശാന്തരത്തിലും കാലാന്തരത്തിലും അല്ല. ശ്രദ്ധിക്കുക. അപ്പം മോക്ഷ എവിടുന്ന്? അവിദ്യാകൽപിത ദേഹബന്ധാത് അജ്ഞാനയോഗാത് പരമാത്മനസ്തവ ഹ്യനാത്മബന്ധസ്തതയേവ സംസൃതി. നോക്കൂ, കഴിഞ്ഞ ശ്ലോകമായിട്ട് ബന്ധിപ്പിക്കും. അജ്ഞാനയോഗാത് പരമാത്മനസ്തവ. അപ്പോൾ ഈ പരിമിതി കൽപ്പിച്ച് ഞാനൊന്നിനും കൊള്ളില്ലേ, എന്നെ ഒന്നിനും കൊള്ളില്ലേ, ഞാനൊരാണാണ്, ഞാൻ ഒരു പെണ്ണാണ്, ഞാൻ ഈ കോഴിക്കോട് താമസിക്കുന്ന ആളാണ്, ഞാനൊക്കെ ഒരു സാധാരണക്കാരനാണ്, സ്ഥിരം വാക്കാണ്, സാധാരണക്കാരനാണ്. ഇങ്ങനെ പരിമിതി കൽപ്പിച്ചിരിക്കുന്ന ആളോടാണ് നീയാകുന്ന പരമാത്മാവിനെന്ന് പറയുന്നത്. ഇപ്പം ശിവനിൽ പരമാത്മബുദ്ധിയുണ്ട്, വിഷ്ണുവിൽ പരമാത്മബുദ്ധിയുണ്ട്,
ദേവിയിൽ പരമാത്മബുദ്ധിയുണ്ട്, ഗുരുനാഥനിൽ പരമാത്മബുദ്ധിയുണ്ട് എന്നൊക്കെ വന്നാലും ഞാൻ ഒരു പാവം പിടിച്ച ഒരാൾ, ഒരു ജീവാത്മാവ്, എന്നിൽ ഒരുപാട് പരിമിതികളെ ഞാൻ സ്വയം കൽപ്പിക്കുന്നു. എന്നാൽ അവിടെയാണ് ഗുരുനാഥൻ സംബോധന ചെയ്യുന്നത് പരമാത്മനഃ തവ, പരമാത്മാവായ നിനക്ക്. അത് വലിയൊരു സംബോധനയാണ്. ഇന്നലെ വരെ കൽപ്പിതമായിരിക്കുന്ന, അജ്ഞാനതലത്തിൽ കൽപ്പിതമായിരിക്കുന്ന എല്ലാ പരിമിതികൾക്കും അപ്പുറത്ത് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. ഇതെങ്ങനെ ശരിയാവും? ഞാനൊരു ജീവനല്ലേ, ഞാൻ ദേശകാലങ്ങളാൽ പരിമിതനല്ലേ, അപ്പോൾ ഉപാധിയോട് താതാത്മ്യപ്പെട്ടിരിക്കുന്ന കാലത്തോളം ഞാൻ ദേശകാലങ്ങളാൽ പരിമിതനാണ്, സമ്മതിച്ചു. ഒരു പ്രത്യേക കാലത്ത് ജനിച്ചവനാണ്, പ്രത്യേക കാലത്ത് മരിക്കുന്നവനാണ്, ഒരു പ്രത്യേക കാലത്ത് മാത്രം ഇരിക്കുന്നവനാണ്. അതുപോലെ ദേശം, കാലം പോലെ തന്നെ ദേശവും. മറ്റൊന്നുകൂടി പറയാം, എവിടെ ദേശപരിഗണന ചെയ്തോ അവിടെ കാലപരിഗണന ചെയ്യണം, എവിടെ കാലപരിഗണന ചെയ്തോ അവിടെ ദേശപരിഗണന ചെയ്യണം. അപ്പോൾ ഇവയാൽ പരിമിതനാണ് ഞാൻ എന്ന് വിചാരിച്ചു വെച്ചിരിക്കുക. അങ്ങനെ വിചാരിച്ചു വെച്ചിരിക്കുന്നവരോടാ പറയുന്നത് തവ പരമാത്മനഃ, പരമാത്മാവായ നിനക്ക്. അജ്ഞാനയോഗാത്, അജ്ഞാനയോഗം കൊണ്ട്, അജ്ഞാനയോഗം കൊണ്ട്, ജ്ഞാനം പ്രകാശിക്കായിക എന്നതായ ദോഷം കൊണ്ട്. അപ്പം എന്ത് സംഭവിക്കും? ഞാൻ എന്ത് എന്ന ബോധമില്ലെങ്കിൽ ഞാൻ അല്ലാത്ത പലതിനെ ഞാനൊന്ന് കണക്കാക്കും. എന്താണ് ഞാനെന്നോട്ട് അറിയുകയില്ല. ഇതാണ് സ്ഥിതി. ഈ അജ്ഞാന യോഗം കൊണ്ട്, ഈ അജ്ഞാനവുമായുള്ള യോഗം ചേർച്ച, അവിദ്യയുമായുള്ള ചേർച്ച, അജ്ഞാനവുമായുള്ള ചേർച്ച കൊണ്ട് തവ പരമാത്മനഃ, നീയാകുന്ന പരമാത്മാവിന് അനാത്മബന്ധ, അനാത്മബന്ധമുണ്ടാകും. അനാത്മാവുമായി ഞാനെന്നുള്ള ബന്ധമുണ്ടാകും. അവിടെ ഒരു ലോഹത്തിൻ്റെ ഒരു ദണ്ഡം അഥവാ ലോഹത്തിൻ്റെ ഒരു ഗോളം അഥവാ ലോഹത്തിൻ്റെ ഒരു ചതുരം, ഇത് നല്ലതുപോലെ ചൂടാക്കി ചുട്ട് പഴുത്ത് കനലായി. ഇപ്പോൾ കനലാണത്. എങ്ങനത്തെ കനൽ? ദണ്ഡാകാരത്തിൽ, ഗോളാകാരത്തിൽ, ചതുരാകാരത്തിലുള്ള കനൽ. അല്ലാന്ന് പറയാൻ നമുക്ക് പറ്റില്ല, കനൽ തന്നെയാണ്. എന്നാൽ ഇത് കനലാവുന്നതിന് മുമ്പും കനലായി ഇരിക്കുമ്പോഴും കനലല്ലാതായാലും വസ്തു ലോഹം തന്നെയാണ്. ഇവിടെ ലോഹത്തിൻ്റെ ചതുരം, ഗോളം തുടങ്ങിയ ആകാരങ്ങൾ അത് അഗ്നിയിലേക്ക് നമ്മൾ അധ്യാരോപിച്ചു. അഗ്നിയുടെ ഉഷ്ണത, പ്രകാശം തുടങ്ങിയവ ഈ ചതുര ഗോള ദണ്ഡങ്ങളിലേക്ക് നമ്മൾ അധ്യാരോപിച്ചു. ഇങ്ങനെ പരസ്പരം അധ്യാരോപിക്കുന്നത് കൊണ്ടാണ് ചതുരം, ഗോളം, ദണ്ഡം തുടങ്ങിയവ ആകൃതി വിശേഷങ്ങൾ അഗ്നിയിൽ പറയപ്പെടുന്നത്. ഒരിക്കലും ചൂടില്ലാത്ത ഇരുമ്പിൽ ചൂട് പറയപ്പെടുന്നത്. അന്യോന്യം. ഇതിൻ്റെ ഗുണം അങ്ങോട്ടും കൊടുത്തു, അതിൻ്റെ ഗുണം അങ്ങോട്ടും കൊടുത്തു. ഇങ്ങനെ അജ്ഞാനയോഗാത് പരമാത്മനഃ തവഃ സംസൃതി അനാത്മബന്ധ, അനാത്മാവുമായുള്ള ബന്ധം. അനാത്മാവുമായുള്ള ബന്ധം പറയാനാണ് ഇത്രയും നേരം പറഞ്ഞേ. ഒരിക്കലും ആകാരമില്ലാത്ത അഗ്നിയിൽ ചതുരം, ദണ്ഡം, ഗോളം തുടങ്ങിയത് വന്നു. ഇത് തന്നെ.
ഇതുപോലെ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായിരിക്കുന്ന തന്നിൽ ശരീര ഇന്ദ്രിയ പ്രാണ മനോബുദ്ധികളുടെ വിശേഷതകൾ കൽപ്പിച്ചു. എന്നിട്ടോ തതയേവ സംസൃതി, ഈ അനാത്മബന്ധം കൊണ്ട് സംസൃതി സംസാരമുണ്ടാകുന്നു. സംസൃതി എന്ന് പറയുമ്പോൾ കുടിലമായ ഗതിയാണ്, വളഞ്ഞു പുളഞ്ഞ ഗതിയാണ്. ജനന മരണ ചക്രഗതി എന്ന് പറയാം. എന്നിട്ട് പറയാണ്, തയോർ വിവേകോദിത ബോധവന്നി, തയോഹോ വിവേകോദയ ബോധവന്നി, തയോഹോ അവ രണ്ടിൻ്റെയും വിവേകത്താൽ ഉദിതമായ ഉയർന്ന ബോധമാകുന്ന അഗ്നി, ബോധവന്നി, വന്നി അഗ്നി. വന്നി എന്ന് പറയുന്നത് വഹിക്കുന്നത് കൊണ്ടാണ്, വഹിക്കുന്നതാണ് വന്നി. എന്തിനെ വഹിക്കുന്നത്? വ്യത്യസ്ത ദേവതാഭാവങ്ങളിൽ നമ്മൾ സമർപ്പിക്കുന്ന സകല ഹവിസ്സുകളെയും അതത് ദേവതകൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് കൊണ്ട് വഹിക്കുന്നവൻ. സ്വാഹാനാമത്തിൽ കൊടുക്കുന്നതൊക്കെ എവിടെ എത്തിക്കണോ അവിടെ എത്തിക്കുന്നു വന്നി എന്നർത്ഥം. അങ്ങനെ വഹിക്കുന്നവനാണ് വന്നി. അഗ്രത്തിൽ നയിക്കുന്നവനാണ് അഗ്നി. രണ്ടും അർത്ഥം തന്നെയാണ്. അപ്പം ഇവിടെ ബോധത്തെയാണ് അഗ്നിയായി പറഞ്ഞത്. എങ്ങനെയുള്ള ബോധത്തെ? തയോഹോ വിവേകോദിത ബോധ, അവ രണ്ടിൻ്റെയും വിവേകത്തിൽ നിന്ന് വേർതിരിച്ചുള്ള വിചാരത്തിൽ നിന്നുണ്ടാകുന്ന വന്നി. ഏത് രണ്ടിൻ്റെ? കേവലമായ പരമാത്മാവിൻ്റെയും അജ്ഞാനബന്ധം കൊണ്ടുണ്ടായിട്ടുള്ള അനാത്മഭാവത്തോടു കൂടിയ ഇതിൻ്റെയും, കേവലമായ ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ഈ ദേഹോപാധികളോട് ചേർന്ന് ജീവാത്മഭാവത്തിൽ നിലകൊള്ളുന്ന ആത്മാവിൻ്റെയും വിവേകോദിത ബോധവന്യഹി, വിവേകത്തിൽ നിന്നുണ്ടാകുന്ന ബോധമാകുന്ന അഗ്നി. ജീവാത്മ പരമാത്മ തത്വങ്ങളുടെ വിവേകത്തിൽ നിന്നുണ്ടാവുന്ന ജ്ഞാനമാകുന്ന അഗ്നി. അഗ്നി അജ്ഞാനകാര്യം പ്രദഹേത്, അജ്ഞാനകാര്യത്തെ പ്രദഹേത് ദഹിപ്പിക്കും. എങ്ങനെ ദഹിപ്പിക്കും? സമൂലം, മൂലത്തോടു കൂടി, കാരണത്തോടു കൂടി. എന്താണ് അജ്ഞാന കാര്യത്തിൻ്റെ കാരണം? അജ്ഞാനം. അജ്ഞാനകാര്യത്തിൻ്റെ കാരണം അജ്ഞാനം. വ്യക്തമാണല്ലോ. അതുകൊണ്ട് അജ്ഞാനകാര്യം സമൂലം പ്രദഹേത് എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തോടു കൂടി അജ്ഞാനത്തിൻ്റെ കാര്യങ്ങളെ നശിപ്പിക്കുന്നു. തൻ്റെ സ്വരൂപബോധമില്ലായ്മ, ആ ഒരു അജ്ഞാനം ഹേതുവായി ഉണ്ടാകുന്ന എല്ലാത്തിനെയും ചേർത്തിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പം അജ്ഞാനകാര്യം പ്രദഹേതു സമൂലം. വ്യക്തമാണല്ലോ. നോക്കൂ, ഇത് വാസ്തവത്തിൽ ഈ ഒരു ഉപദേശക്രമം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആദ്യം തന്നെ സമാധാനിപ്പിച്ചു,
നീ അന്വേഷിക്കുന്നതിലേക്ക് നിനക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞു. എന്നിട്ട് എന്താണ് വഴിയെന്ന് പറഞ്ഞു? വേദാന്ത അർത്ഥവിചാരം കൊണ്ട് ലഭിക്കുന്ന ഉത്തമ ജ്ഞാനമാണ് വഴി. ഇത് ശ്രദ്ധാഭക്തി ധ്യാന യോഗങ്ങളെ കൊണ്ടൊക്കെ നേടാവുന്നതും നേടേണ്ടതുമാണ്. ഇതിലൂടെ ആ ബോധം നേടുന്നവൻ അജ്ഞാനകാര്യം പ്രദഹേത് സമൂലം, അജ്ഞാനകാര്യത്തെ സമൂലം ഭസ്മീകരിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു സമഗ്രമായ തത്വോപദേശമാണ് ആരംഭത്തിൽ ഗുരുനാഥൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് ക്രമികമായി ശിഷ്യനെ നയിച്ചുയർത്തുകയാണ് തുടർന്ന് ചെയ്യുന്നത്. ക്രമികമായിട്ട് നോക്കൂ, അവിടെ നിൽക്കട്ടെ. 49-ാം ശ്ലോകം. ഇപ്പം നമ്മൾ ഗുരുവിൻ്റെ സമാധാനമാണ് പഠിച്ചത്. മാ ഭൈഷ്ടവിദ്വം സ്തവനാസ്ത്യപായഃ സംസാരസിന്ധോസ്തരണേസ്ത്യുപായഃ യേനൈവ യാതാ യതയോസ്യ പാരം തമേവ മാർഗം തവ നിർദ്ദിശാമി. അസ്ത്യുപായോ മഹാൻ കശ്ചിത് സംസാരഭയനാശനഃ യേന തീർത്വാ ഭവാംബോധിം പരമാനന്ദമാപ്സ്യസി. വേദാന്താർത്ഥവിചാരേണ ജായത്തെ ജ്ഞാനമുത്തമം തേനാത്യന്തിക സംസാര ദുഃഖനാശോ ഭവത്യനോ. ശ്രദ്ധാഭക്തി ധ്യാനയോഗാൻ മുമുക്ഷോ മുക്തിർഹേതൂൻ ഭക്തി സാക്ഷാത് ശ്രുതേർഗേ. യോ വാ ഏതേഷ്വേവ തിഷ്ഠത്യമുഷ്യ മോക്ഷോ വിദ്യാ കൽപ്പിതാത് ദേഹബന്ധാത്. അജ്ഞാനയോഗാത് പരമാത്മനസ്തവ ഹ്യനാത്മബന്ധസ്തത ഏവ സംസൃതിഃ. തയോർവിവേകോദിതബോധവഹ്നിഃ അജ്ഞാനകാര്യം പ്രദഹേത് സമൂലം. വാസ്തവത്തിൽ ശിഷ്യൻ അങ്ങേയറ്റ ആത്മവിശ്വാസവും പ്രേരണയും പ്രചോദനവും എല്ലാം കൊടുക്കുന്ന വാക്യങ്ങളാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചത്. അതുകൊണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.